ഒരു സാധാരണ സിംഹത്തിന്റെ കൊമ്പൻ പല്ല് ഏകദേശം 7 സെന്റിമീറ്റർ മാത്രം നീളമുള്ളതാണ്. പക്ഷേ ഒരു സേബർ ടൂത്ത് കാറ്റിന്റെ പല്ല് കണ്ടാൽ അതിശയമെല്ലാം ചെറുതായി തോന്നും. അവയുടെ കൊമ്പൻ പല്ലുകൾ 28 സെന്റിമീറ്റർ വരെ നീളമുള്ളവയായിരുന്നു. മേൽത്താടിയിൽ നിന്ന് 2 വാളുകൾ പോലെ താഴേക്ക് വളഞ്ഞിറങ്ങുന്ന ആ പല്ലുകൾ വായടച്ചിരിക്കുമ്പോഴും താടിക്ക് താഴേക്ക് നീണ്ടു നിൽക്കും. ഇവ വെറും വലിയ പല്ലുകൾ മാത്രമായിരുന്നില്ല, പരിണാമത്തിന്റെ ഒരു വിചിത്ര പരീക്ഷണം പോലെ, ഒരു ആയുധം പോലെ. വേട്ടക്കാരൻ എന്നത് എന്താണെന്ന് തന്നെ പുതുക്കി നിർവചിച്ച ഒന്നായിരുന്നു. ഇന്നത്തെ കാറ്റുകളെ പോലെ ഇവർക്ക് കടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരുടെ ഭീമൻ പല്ലുകൾ ദുർബലമായിരുന്നു. ഒന്നു തെറ്റായി ഉപയോഗിച്ചാൽ ഒടിഞ്ഞു പോകും. എന്നിട്ടും 40 ദശലക്ഷം വർഷത്തിലേറെ ഇവർ ഭൂമിയിലെ ഏറ്റവും ശക്തരായ വേട്ടക്കാരിൽ ഒരാളായി നിലനിന്നു. ഇത്രയും കാലം ഭരിച്ചു കഴിഞ്ഞ ശേഷം അവർ പെട്ടെന്ന് എന്തുകൊണ്ട് ഇല്ലാതായി? ഇന്ന് നമ്മൾ പരിണാമത്തിന്റെ ഏറ്റവും വിചിത്രമായ ഒരു കഥയിലേക്ക് കടക്കുകയാണ്. സൈബർ ടൂത്ത് കാറ്റുകൾ ഒരു ജീവിവർഗമല്ലായിരുന്നു. അവ ഒരു തരത്തിലുള്ള പരിണാമ തന്ത്രമായിരുന്നു. വ്യത്യസ്ത ജീവിവംശങ്ങളിൽ വീണ്ടും വീണ്ടും ഉണ്ടായ ഒരു പ്രത്യേക രൂപം. ഇതിനെ കൺവേർജന്റ് ഇവല്യൂഷൻ എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രശസ്തമായത് സ്മൈലഡോൺ ആണ്, ഹിമയുഗത്തിന്റെ ഒരു ചിഹ്നം പോലെ. പക്ഷേ ഇതൊന്നും മാത്രമല്ല. ഹോമോതീരിയം എന്ന സിമിറ്റർ കാറ്റ് ഉണ്ടായിരുന്നു. ഇതിന് കുറച്ച് ചെറുതും കൂടുതൽ വളഞ്ഞതുമായ പല്ലുകളായിരുന്നു, കീറാൻ കൂടുതൽ അനുയോജ്യം. തൈലക്കോസ്മിലസ് എന്നൊരു ജീവി തെക്കേ അമേരിക്കയിലുണ്ടായിരുന്നു. ഇത് പൂച്ചകളേക്കാൾ കങ്കാരുക്കളോട് കൂടുതൽ അടുത്ത ബന്ധമുള്ളതായിരുന്നു. എന്നിട്ടും ഇതും സൈബർ പല്ലുകൾ സ്വതന്ത്രമായി വികസിപ്പിച്ചു. അതിനു മുൻപ്, ഏകദേശം 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്, നിമ്രാവിഡുകൾ ഇതിനോടടുത്ത പല്ലുകൾ ഉണ്ടാക്കിയിരുന്നു. ഇതൊക്കെ നമ്മോടൊരു വലിയ കാര്യം പറയുന്നു. സൈബർ പല്ലുകൾ ഒരു യാദൃശ്ചികതയല്ല, അത്രയും ഫലപ്രദമായ ഒരു പരിണാമ പരിഹാരമായതിനാൽ പ്രകൃതി അത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി. പക്ഷെ എന്തിനായി? ഇതിനുത്തരം അവരുടെ ഇരകളിലാണ്. സേബർ ടൂത്ത് കാറ്റുകൾ ഇന്നത്തെ സിംഹങ്ങളോ കടുവകളോ പോലെ വേട്ടയാടിയിരുന്നില്ല. ഇന്നത്തെ വലിയ പൂച്ചകൾ തങ്ങളോട് സമാന വലുപ്പമുള്ള മൃഗങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ പ്ലൈസ്റ്റോസീൻ കാലത്ത് ലോകം മേഗാഫോണുകളാൽ നിറഞ്ഞിരുന്നു. ഭീമൻ, കട്ടിയുള്ള തൊലിയുള്ള സസ്യഭോജികൾ, മാമൂത്തുകൾ, മാസ്റ്റഡോണുകൾ, ഭീമൻ ഗ്രൗണ്ട് സ്ലോത്തുകൾ, ഇന്നത്തെ ഇതിനേക്കാൾ വലിയ കാളകൾ. ഇവയെ ഒരു വേഗതയേറിയ കടിയാൽ വീഴ്ത്താൻ സാധിക്കില്ല. അവരുടെ തൊലി കട്ടിയുള്ളതും കഴുത്ത് അതിശക്തവുമാണ്. ദേഹം വളരെ ഭാരം കൂടിയതാണ്. സേബർ ടൂത്ത് കാറ്റുകൾ ഇവയെ വേട്ടയാടാൻ തന്നെയാണ് പരിണമിച്ചത്. പക്ഷെ അവരുടെ ആയുധം, ആ നീണ്ട കൊമ്പൻ പല്ലുകൾ, അതിന് വലിയ പരിമിതികളുമുണ്ടായിരുന്നു. ഒരു സിംഹത്തിന് ഏകദേശം 650 PSI കടിയുടെയും ശക്തിയുണ്ട്. പക്ഷേ ഒരു സ്മൈലോഡോണിന് വെറും 200 PSI മാത്രം. അവരുടെ താടി ദുർബലമായിരുന്നു. കാരണം അത് എല്ല് ഞെരിക്കാനോ ശക്തമായി പിടിക്കാനോ രൂപകൽപ്പന ചെയ്തതല്ല. പകരം അത് കൃത്യതയ്ക്കായി ഉണ്ടാക്കിയതായിരുന്നു. ആ പല്ലുകൾ മൂർച്ചയേറിയതും അറ്റങ്ങളിൽ ചെറുതായി പല്ലുകളുള്ളതും മൃദുവായ ഭാഗങ്ങൾ ശസ്ത്രക്രിയ പോലെ കീറാനായി അനുയോജ്യവുമായിരുന്നു. പക്ഷേ അവ ദുർബലവുമായിരുന്നു. ഒരു തെറ്റായ കടിയാൽ പോലും അവ ഒടിഞ്ഞു പോകും. ഫോസിൽ തെളിവുകൾ കാണിക്കുന്നത് അത് പലപ്പോഴും സംഭവിച്ചിരുന്നുവെന്നാണ്. പല സ്മൈലോഡോൺ തലയോട്ടികളിലും ഒടിഞ്ഞ പല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെ വേട്ടയാടി? അതിൻ്റെ ഉത്തരം അവരുടെ വായിൽ മാത്രമല്ല, അവരുടെ മുഴുവൻ ശരീരത്തിലാണ്. അവരുടെ ചുമലുകൾ വലുതും നഖങ്ങൾ ശക്തവുമായിരുന്നു. അവർ ഇരയെ പിന്തുടർന്ന് പിടിക്കുന്നവരല്ലായിരുന്നു. പകരം അവർ പതുങ്ങി ആക്രമിക്കുന്നവരായിരുന്നു. ഒരു സ്മൈലഡോൺ ഒരു വലിയ മൃഗത്തെ പതുങ്ങി ആക്രമിക്കും. മുൻകൈകളുടെ ശക്തി ഉപയോഗിച്ച് അതിനെ നിലത്തടിച്ചു വീഴ്ത്തും. പിന്നെ അനങ്ങാൻ കഴിയാത്ത നിലയിൽ പിടിച്ചിരുത്തും. അതിനുശേഷം ഏകദേശം 120 ഡിഗ്രി വരെ വായി തുറന്ന് കഴുത്തുപേശികളുടെ ശക്തി ഉപയോഗിച്ച് ആ പല്ലുകൾ ഇരയുടെ കഴുത്തിലോ വയറ്റിലോ ആഴത്തിൽ കുത്തിക്കയറ്റും. ശ്വാസനാളമോ പ്രധാന രക്തക്കുഴലുകളോ കീറപ്പെടും. ഇത് ഒരു സാധാരണ കടിയല്ല, കൃത്യമായ ഒരു മുറിവാണ്. ആഴത്തിലുള്ള ഭീകരമായ മുറിവ്, വേഗത്തിൽ രക്തം നഷ്ടപ്പെടുന്ന ഒരു ആക്രമണം. ഈ രീതിക്ക് ശക്തിയും നിയന്ത്രണവും സമയവും എല്ലാം വേണം. ഇരയെ അനങ്ങാതെ നിർത്തണം. അതുകൊണ്ടാണ് അവരുടെ മുൻകൈകൾ ഇത്ര പ്രധാനമായിരുന്നത്. പക്ഷേ ആ പല്ലുകൾ തന്നെ മറ്റൊരു പ്രശ്നമുണ്ടാക്കി: ഭക്ഷണം കഴിക്കൽ. ഇന്നത്തെ സിംഹങ്ങൾ ഇറച്ചി കീറി തിന്നും. പക്ഷേ സ്മൈലഡോണിന് അതെളുപ്പമല്ല.
അവരുടെ പല്ലുകൾ വഴിയിലുണ്ട്, കടിയുടെയും ശക്തി കുറവാണ്. അതിനാൽ അവർ മൃദുവായ ഭാഗങ്ങൾ, ആന്തരാവയവങ്ങൾ, കൊഴുപ്പ്, എളുപ്പം ചവയ്ക്കാവുന്ന ഇറച്ചി ഇവയാണ് കൂടുതൽ ഭക്ഷിച്ചത്. ചിലർ പറയുന്നത് അവർ നഖങ്ങൾ ഉപയോഗിച്ച് ശവം കീറിയിരിക്കാമെന്നും അല്ലെങ്കിൽ എളുപ്പം ലഭ്യമായ ഭാഗങ്ങൾ മാത്രം എടുത്ത് ബാക്കി വിട്ടിരിക്കാമെന്നുമാണ്. അതായത് അവർ വളരെ കാര്യക്ഷമമായി ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഭക്ഷണം ധാരാളമുണ്ടായിരുന്നപ്പോൾ ഇത് പ്രശ്നമല്ല, പക്ഷേ സാഹചര്യങ്ങൾ മാറിയപ്പോൾ ഇത് വലിയ ദൗർബല്യമായി. മറ്റൊരതിശയകരമായ കാര്യം, ഇവർ കൂട്ടമായി ജീവിച്ചിരിക്കാമെന്ന തെളിവുകളുണ്ട്. മിക്ക പൂച്ചകൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. പക്ഷേ കാലിഫോർണിയയിലെ ലാബ്രി ടാർപിറ്റ്സ് എന്ന സ്ഥലത്ത് കണ്ടെത്തിയ ഫോസിലുകൾ മറ്റൊരു കഥ പറയുന്നു. അവിടെ ആയിരക്കണക്കിന് സ്മൈലഡോൺ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ പലതിലും പഴയ പരിക്കുകൾ സുഖപ്പെട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വേട്ടക്കാരന് ഇത്തരം പരിക്ക് വന്നാൽ അത് മരണത്തിലേക്ക് നയിക്കും. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് അവർ അപ്രത്യക്ഷമായി. പല കാരണങ്ങൾ ഒന്നിച്ചു വന്നിരിക്കാം. ആദ്യം കാലാവസ്ഥ മാറി. ഹിമയുഗം അവസാനിച്ചതോടെ അവരുടെ ആവാസ വ്യവസ്ഥ തന്നെ മാറി. തുടർന്ന് അവരുടെ പ്രധാന ഇരകൾ ഇല്ലാതായി. മാമോത്തുകളും മാസ്റ്റഡോണുകളും പോലുള്ള വലിയ മൃഗങ്ങൾ നശിച്ചു. അവ ഇല്ലാതായപ്പോൾ അവരുടെ വേട്ടയുടെ അടിസ്ഥാനവും നഷ്ടപ്പെട്ടു. പുതിയ ഇരകൾ വേഗതയേറിയതും ചടുലവുമായിരുന്നു. അവയെ പിടിക്കാൻ ഇവർക്ക് പ്രയാസമായി. അതിനുശേഷം മനുഷ്യരുടെ വരവും ഒരു കാരണമായി. മനുഷ്യർക്ക് മികച്ച ആയുധങ്ങളും കൂട്ടവേട്ടാ തന്ത്രങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒരേ ഇരയ്ക്കായി മത്സരിച്ചു. മനുഷ്യർക്ക് സാഹചര്യങ്ങൾ അനുസരിച്ച് മാറാൻ കഴിയും. പക്ഷേ സീബർ ടൂത്ത് കാറ്റുകൾ വളരെ പ്രത്യേകമായി രൂപപ്പെട്ടവയായിരുന്നു. അതിനാൽ അവർക്ക് അത്ര എളുപ്പത്തിൽ മാറാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവരുടെ എണ്ണം കുറയുകയും അവർ പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്തു. സേബർ ടൂത്ത് കാറ്റുകളെക്കുറിച്ച് ഏറ്റവും ആകർഷകമായ കാര്യം അവർ വിചിത്രരായിരുന്നു എന്നതല്ല, ആ വിചിത്രതയുണ്ടായിട്ടും അവർ ഇത്രയും കാലം വിജയകരമായി ജീവിച്ചു എന്നതാണ്. 40 ദശലക്ഷം വർഷത്തിലേറെ പ്രകൃതി ഒരേ ആശയം വീണ്ടും വീണ്ടും സൃഷ്ടിച്ചു. അത് മെച്ചപ്പെടുത്തി, അത് പ്രവർത്തിക്കുന്നുവെന്ന് തെളിയിച്ചു.